എല്ലാവർക്കും Ezraslittleplanet സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങനെ സിമ്പിളായിട്ട് ഇലയുടെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇന്ന് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണയിലാണ്. അപ്പം അതിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് ഇലയുടെ ഉണ്ടാക്കണേ. അപ്പം അതിനുവേണ്ടി ഗോതമ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി വെച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത് തേങ്ങ ഞാൻ അവിടെ ചിരകി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തും ജീരകവും പിന്നെ നമുക്ക് ഈ ഏലക്ക പൊടിച്ചതും കൂടി ഇടാം കേട്ടോ. ഏലക്കയും പഞ്ചസാരയും കൂടി കുറച്ച് പൊടിച്ച് വേഗം പൊടിഞ്ഞിട്ടും അപ്പം അതും കൂടി തേങ്ങയ്ക്കകത്തോട്ടും ഗോതമ്പ് പൊടിക്കകത്തോട്ടും നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഉപയോഗിക്കാം, അല്ലെങ്കിൽ ശർക്കര ആണെങ്കിലും ഉപയോഗിച്ചാൽ മതി കേട്ടോ. അവിടെ നമുക്ക് അതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം ചൂടുവെള്ളം ആണെങ്കിൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ ഒരുപാട് ലൂസാക്കാണ്ട് അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഒന്ന് ഇളക്കി ഒരു കുഴച്ചൊരു പരുവത്തിലാക്കി എടുക്കാം കേട്ടോ. ഇതിന് അളവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം കേട്ടോ എടുക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മളിങ്ങനെ ഇലയിലേക്ക് ഒരു വെള്ളം തൊട്ടിങ്ങനെ പരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടാണ്ട് കിട്ടും കേട്ടോ. വെള്ളം ഇങ്ങനെ തൊട്ട് പരുത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നൈസായിട്ട് നമുക്ക് പരുത്താം. പരുത്തിന് ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങ വെച്ച് കൊടുക്കാം കേട്ടോ. തേങ്ങയ്ക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചൊക്കെ തേങ്ങയ്ക്ക് വെച്ച് കൊടുത്ത് ക്ലോസ് ചെയ്യാം. അപ്പോഴത്തേനും നമുക്ക് ഇത് പരത്തുമ്പോഴത്തേനും നമുക്ക് ഇഡലിത്തട്ടം വെള്ളമൊക്കെ ഒഴിച്ച് ഗ്യാസിൽ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അത് ചൂടൊക്കെ ആയിട്ട് നമുക്കത് കുറച്ച് വേഗം വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം ആക്കിയിട്ടുണ്ട്. എല്ലാം അപ്പം നമുക്ക് ക്ലോസ് ചെയ്ത് വേഗം വേണ്ടി വയ്ക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് തിരിച്ച് വയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് ഒരു വശം മാത്രമേ വേഗുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം തട്ടിലേക്ക് തന്നെ പറക്കിയതിന് ശേഷം എല്ലാം ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. എന്നാലും രണ്ട് വശവും നന്നായിട്ട് വെന്തിട്ട് നന്നായിട്ട് ഇളകി വരുള്ളൂ. തിരിച്ച് പച്ച ഇല ഒരു ഭാഗം ഉണ്ടായില്ല, പച്ചയാണ് തിരിച്ച് അപ്പം നമുക്കത് തുറന്നു നോക്കി അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കതൊരു പ്ലേയിലേക്ക് മാറ്റാം.